സർ, ശബരിമല കേസിൽ വളഞ്ഞും തിരിഞ്ഞും ഒന്നും ചോദിക്കുന്നില്ല, നേരെ ചോദിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്വാഭാവിക 90 ദിവസമായി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയേക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തിറക്കാൻ അഹോരാത്രം പണിത രാഷ്ട്രീയ നേതാവാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നതന്മാരാണോ, ഇനി ഡി മണിയെ പോലുള്ള വ്യവസായികളാണോ, ആരായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തിറക്കാൻ ഈ അഹോരാത്രം പണി ചെയ്തവർ? പോറ്റിയെ കയറ്റിയതാരായിരുന്നു എന്നായിരുന്നു ഇതുവരെയുള്ള ചോദ്യം. ഇനിയിപ്പോ ചോദ്യം മാറിയ പോറ്റിയെ ഇറക്കിയതാര്? വളരെ കൃത്യം. ആരാണ്? ആരപ്പ. പോറ്റിയെ ഇറക്കിയത് ആരപ്പ എന്നുള്ള ചോദ്യമാണ്. വളരെ വ്യക്തമല്ലേ ഉത്തരം? കാരണം ആരാണോ 90 ദിവസമായിട്ടും ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് അവർ തന്നെ. ആരാണത്? SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആരാണ് അവരെ നിയമിച്ചത്? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച്. അതെ, ജസ്റ്റിസ് ബദറുദ്ദീൻ പാവം ആത്മാർത്ഥതയുള്ള മനുഷ്യൻ, തന്നെ പോലെ സത്യസന്ധരാണ് മറ്റെല്ലാവരും എന്ന് വിശ്വസിച്ച് ഇവർ കൊണ്ടു കൊടുക്കുന്ന രേഖകളെല്ലാം അതേപടി വിശ്വസിച്ചു. അപ്പോഴും അദ്ദേഹം ശുദ്ധഹൃദയനായതുകൊണ്ട് ചില പേരുകൾ ഇതിൽ കാണുന്നില്ലല്ലോ എന്ന് പറയും. ഈ പേരുകൾ കാണാതിരിക്കുമ്പോൾ അവിടെ പോയി ഒരു ചെറിയ അന്വേഷണം നടക്കും, സൂത്രത്തിലൊരു അന്വേഷണം നടക്കും. അത് കഴിഞ്ഞ് തിരിച്ച് അതുപോലെ ഇങ്ങനെ പോരും. അവിടെ തെളിവൊന്നുമില്ല എന്ന് പറയും. അത് ശരിയായിരിക്കും ഇദ്ദേഹം പറയുന്നത്. തന്നെ പോലെ സത്യസന്ധരായിരിക്കും ഇവരൊന്നും വിചാരിക്കും. പക്ഷേ ഇതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലകളെല്ലാം നിർവഹിക്കുന്ന കർമ്മ സാക്ഷിയായിട്ടുള്ള പി ശശിയാണ് ഇതിൻ്റെയൊക്കെ നിയന്ത്രണം. ആരെ പിടിക്കണം, ആരെ പിടിക്കരുത്, ആരെ വിടണം, ആർക്കെതിരെ കുറ്റപത്രം കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട SIT, അവിടെ SP ഉണ്ട്, ആ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ ADG ഉണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും, അപ്പോൾ സാറേ ഇങ്ങനെ കോടതി ഇങ്ങനെ പറയുന്നു. കോടതി അവിടെ ഇരിക്കട്ടെ, നമുക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിയമപരമായിട്ട് ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അവരെ ഇറക്കുക വേണ്ട, അവർക്ക് തെളിവില്ലെന്ന് പറയുകയും വേണ്ട. നിങ്ങൾ 90 ദിവസം കുറ്റപത്രം കൊടുക്കാതെ ഇരിക്കാമോ? അത് പറ്റുമോ? നിയമം അറിയാവുന്ന വക്കീലാണേ. പി ശശി മോശമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 90 ദിവസമായാലും കുറ്റപത്രം കൊടുക്കാതിരിക്കുക, അവരിങ്ങ് പോകുന്നുള്ളൂ. ഈ വഴിക്കൂടാണ് ഇപ്പം 3 പേര് അതിലൂടെ ഇറങ്ങിപ്പോയത്. മുരാരി ബാബുവിന് ആദ്യം കിട്ടിയതിൻ്റെ കാര്യം എന്താണെന്നറിയോ? മുരാരി ബാബു വഴി വേണം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ LDFന്. എങ്ങനെ? മുരാരി ബാബുവിന് ഹൈ കണക്ഷൻസ് ഉണ്ട് NSSുമായിട്ട്. ഈ മുരാരി ബാബു ഉള്ളത് കൊണ്ടാണ്, മുരാരി ബാബുവിനെ പ്രതിയാക്കാതിരിക്കാൻ വേണ്ടിയാണ് NSSൻ്റെ പ്രതിനിധി അവിടെ ആഗോള സംഗമത്തിൽ പങ്കെടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിക്ക് ശബരിമല വിഷയത്തിൽ. ശരിയായ വിധത്തിലാണ് പോകുന്നത് എന്നാണല്ലോ മന്നത്ത് ആചാര്യൻ, ഇപ്പോഴത്തെ ആചാര്യനായിട്ടുള്ള സുകുമാരൻ നായർ പറഞ്ഞത്. അതെ, പുള്ളി ചാട്ടവാറം കൊണ്ടൊന്ന് അടിച്ച് പുറത്തിറക്കും മിക്കവാറും. ആ രീതിയിലാണ്. അനക്കമില്ലല്ലോ ഇപ്പോൾ. ശരിയായ വിധത്തിലാണോ ഇപ്പോൾ പോകുന്നത്? മുരാരി ബാബുവിനെ ഇറക്കി വിട്ടതാണോ ശരിയായ രീതി എന്ന് പറയുന്നത്? അടുത്ത ED പിടികൂടിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് ഇറങ്ങി ചെന്നാലും കേന്ദ്രത്തിൻ്റെ പോലീസുണ്ട്, അവിടെ ED ഉണ്ട്, അവർ പിടിക്കും, EDയും കൊടുക്കും. മനസ്സിലായി? എന്തുവാടാ നീ പറയും? IT ഇതുവരെ കൊടുക്കായിരുന്നു, ഇൻകം ടാക്സ് കൊടുക്കായിരുന്നു, നീ പരമദരിദ്രവാസിയാന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്, നിനക്ക് 31 കോടി രൂപയുടെ സ്വത്തില്ലെന്ന് ചോദിച്ച് അവർ പിടിപ്പെടുത്താൻ പിടിക്കും. അവർ വെറുതെ വിടത്തില്ല. അവർക്ക് അവരെ ഒരു പി ശശി നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരത് ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാത്തിരിക്കുന്ന ഇതിലും വലിയ ക്രൂരമായ വിധിയായിരിക്കും. അത് വേറെ കാര്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വരെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ, ഈ കോടതിയാണ് ഇവരെ നിയമിച്ചതെങ്കിലും ഇടയ്ക്ക് ഞങ്ങളുടെ പോലീസ് അന്വേഷിക്കുന്നത് കണ്ടോ അതിൻ്റെ കാര്യക്ഷമത എന്നാണല്ലോ ഇവരുടെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കോടതിയെ നിങ്ങൾ ധിക്കരിക്കുകയാണ്, അവിടെ സത്യഗ്രഹിക്കുകയോ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണ് മന്ത്രിസഭ തന്നെ സംസാരിക്കുന്നത്. അവർക്ക് തന്നെ ഒരു കൂട്ടുത്തരവാദിത്വമില്ല. എത്ര നാൾ കഴിഞ്ഞാൽ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലല്ലോ, ആശുപത്രിയും വേണ്ട, സുഖമായിട്ട് ജയിലിൽ കസർത്തുമൊക്കെ ചെയ്ത് കഴിയുന്നെന്നാണ് നമ്മൾ കേട്ടത്. മനസ്സിലായില്ലേ? പക്ഷേ അദ്ദേഹം ഇപ്പം ഇങ്ങനെ താഴെ ഇറങ്ങും. ഇപ്പം ഇവരുടെ തന്ത്രം ഇതാണ്, ഓരോരുത്തരെയായിട്ട് പുറത്തേക്ക് ഇറക്കുക. എന്നിട്ട് കോടതി ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് വളരെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം തൃപ്തികരമായ നിലയിൽ നടക്കുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് കോടതി വിചാരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും നടന്നു? ആരെയെങ്കിലും ശിക്ഷിക്കാൻ പറ്റിയോ? ആർക്കെങ്കിലും കുറ്റപത്രം
കൊടുക്കാൻ പറ്റിയോ? VSSC വരെ ഇവിടെ മോഷണം നടന്നിട്ടുണ്ട്, സ്വർണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരാ കള്ളൻ? ആരാ ഇത് മൂട്ടിച്ചോണ്ട് പോയത്? 450 ഗ്രാം പോയത് എങ്ങനെ? ആരുടെ കയ്യിലുണ്ട്? മായമാക്കി കളഞ്ഞു. ഇതിൻ്റെ കൂടെ ശശിഭൂഷൺ എന്നും പറഞ്ഞൊരു വിജ്ഞാനിയായിട്ടുള്ള ഒരു ചരിത്രകാരനുണ്ട്. അയാൾ ഈ ചരിത്രത്തിൽ കൂടി മായം ചേർക്കാൻ ശ്രമിക്കുക. പുള്ളി ഇപ്പൊ പറയുന്ന പന്തള രാജകുമാരനും അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അയ്യപ്പൻ എന്ന് പറയുന്ന അവിടെ അവലോകിതേശ്വരനാണ് പോലും. അവലോകിതേശ്വരന്റെ അവതാരമാണ് ദലൈലാമ. ബുദ്ധമത കണക്ഷൻ കൊടുക്കുക. പണ്ടേ ശ്രമിച്ച് പാളിപ്പോയൊരു തത്വമായത് ബുദ്ധമതം. അതാണ് ഈ ശരണമേ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറയുന്നതും കൂടെ അങ്ങ് സാത്മീകരിക്കുക പുള്ളിക്കാരൻ. അവിടെ തലയ്ക്ക് വട്ടായി പോകുന്നു. ഗുപ്തൻ നായർ സാർ എത്ര ശുദ്ധനായിരുന്നു. മരിക്കാൻ നേരത്തും വിജ്ഞാനത്തിൻ്റെ തിളക്കമായിരുന്നു. ഈ പുള്ളിക്കാരൻ എന്താണെന്ന് രാജകുടുംബങ്ങളോടും ഇപ്പോൾ പന്തളത്തെ രാജകുടുംബത്തിനെതിരെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ പിന്നെ കവടിയാർ കൊട്ടാരത്തിനെതിരെ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നേരെ ചൊവ്വേ ഇരുന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇയാൾ പുതിയ തിയറിയും കൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് വാവർ എന്ന് പറയുന്നത് മുസ്ലിം അല്ല എന്നും പറഞ്ഞു. വാവർ സ്വാമി അദ്ദേഹം അമുസ്ലിമായ ഒരാളാണ്. മുസ്ലിം. അതുപോലെ ശാസ്താവ് എന്ന് പറയുന്ന ഒരാള്, ശാസ്താവ് കച്ചവടക്കാരുടെ ദൈവമാണെന്ന്. ഇതൊക്കെയാണ് അവളി പറഞ്ഞത്. എൻ്റെ ധന്യം ഞാനിത് പഠിച്ചിട്ടുള്ളത് പന്തളം രാജകുടുംബത്തിൽ നിന്ന് തന്നെ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പരമ്പരകളായിട്ട് വരുന്ന വിശ്വാസമാണ്. അതനുസരിച്ച് ആദിഭാർഗവ ഗോത്രത്തിൽപ്പെട്ട ക്ഷത്രിയ രാജാക്കന്മാർ, പാണ്ഡ്യ രാജാക്കന്മാർ, അവരെ മധുര ആണ്ടിരുന്നു അവരുടെ തലസ്ഥാനം. ചെന്നൈ ഒന്നും അല്ല, അന്ന് അതില്ല. ആ പട്ടണം ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ തുടർന്ന് വന്ന പല്ലവന്മാർ അവർ യുദ്ധത്തിൽ ഇവരെ തോൽപ്പിച്ചു. അപ്പം മരണഭയം കൊണ്ട് അവര് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി അഭയാർത്ഥികളായിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് വരികയാണ്, പലായനം ചെയ്യുകയാണ്. മനസ്സിലായോ? പേടിച്ച് അവർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തടവറയിലിടും, അല്ലെങ്കിൽ കൊല്ലും, അവരുടെ സ്ത്രീകളെ ഉൾപ്പെടെ. അതുകൊണ്ട് അവർ വന്നത് എങ്ങനെയാ? മധുര മീനാക്ഷിയുടെ ഒരു പടവും എടുത്തുകൊണ്ടാണ് വരപ്പിച്ചതായിരിക്കും. രാജാ രവിവർമ്മയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുമല്ലോ, അതുപോലെ വരച്ച ചിത്രങ്ങൾ. അന്ന് ഫോട്ടോഗ്രാഫി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നടന്ന് ആര്യങ്കാവിൽ, അവിടെ ഒരു ശാസ്താക്ഷേത്രമുണ്ട്, അറിയാമല്ലോ. ആര്യങ്കാവിൽ വഴി അച്ചൻകോവിലാറിൻ്റെ ഓരം പറ്റി ഇങ്ങനെ വന്ന് അവർ ഈ ഇതുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോൾ വന്ന കൂട്ടത്തിൽ അവർ ഒരു കുഞ്ഞിനെ കാണുകയും ആ കുഞ്ഞിനെ എടുത്തു വളർത്തി അവർ പന്തളം കൊട്ടാരത്തിൽ അഭയാർത്ഥികളായിട്ട് വരികയും പിൽക്കാലത്ത് പഴയ രാജാക്കന്മാരായതുകൊണ്ട് അവർ രാജാക്കന്മാരായി തീരുകയും ചെയ്തു. പന്തളം തമ്പാന്മാർ എന്ന് പറയുന്ന പടയാളികളാണ് ഇവരെ സംരക്ഷിച്ചു പോകുന്നത്. ശേഷം ചരിത്രമെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം. അങ്ങനെ വന്ന ആൾക്കാരാണ്. അപ്പോൾ ആദി ഭാർഗവ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണിത്. ഇത് ബുദ്ധനുമായിട്ട് യാതൊരു ബന്ധവും അതനുസരിച്ചില്ല. അവർ കൃത്യമായിട്ട് പറഞ്ഞു. അയ്യപ്പനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരിവാരങ്ങളും അയ്യപ്പന്റെ സ്വത്തടിച്ചു മാറ്റി. ഇനി അയ്യപ്പനെ ബുദ്ധ മതക്കാർക്കൂടെ കൊടുക്കണം. അന്ന് പിന്നെ ഫോട്ടോഗ്രാഫി അനുവദിക്കത്തില്ല ഈ തിരുവാഭരണങ്ങൾക്ക്. അതിനടുത്ത് പോയിരുന്ന് ഞാൻ പോയി ഇന്റർവ്യൂ ചെയ്ത് ഈ ദൂരദർശന് വേണ്ടി അവരെ 2 ഫോട്ടോകളെന്നും അയ്യപ്പന് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ള ഒരു കഥയുമുണ്ട്. പൂർണ്ണ, അവരുടെ പേരുകൾ പൂർണ്ണ, പുഷ്കല. അതുപോലെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു അയ്യപ്പൻ്റെ സ്വർണത്തിലുള്ള ഇതും കണ്ടിട്ടുണ്ട് ഞാൻ. മീശയോടുകൂടി അയ്യപ്പൻ, അപൂർവമായിട്ടൊരു ചിത്രമാണ്. തിരുവാഭരണങ്ങളുടെ കൂട്ടത്തിൽ അതുമുണ്ട്. അവർ കാണിച്ചു തന്നെനിക്ക്. അപ്പം അങ്ങനെയുള്ളൊരു ചിത്രമാണ്. ബുദ്ധമതക്കാരും മീശ വയ്ക്കുകയില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ബുദ്ധമതമായിട്ട് ഒരു ബന്ധവുമില്ല. അനാവശ്യമായിട്ട് ശരണമെന്നൊരു വാക്ക് വരുന്നതുകൊണ്ട് ബുദ്ധമതമാണെന്നൊക്കെ പറയുന്നത് പരമവിഡിതമാണ്. ശരിയായ തെളിവുകളില്ലാതെ ഇദ്ദേഹം നടത്തുന്നത് ചരിത്രത്തോടുള്ള ഒരു വല്ലാത്തൊരു നിഷേധവും അതുപോലെ തന്നെ നീതികേടുമാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനകളൊന്നും മനു എസ് പിള്ളൈ എന്നും പറഞ്ഞ് വേറൊരാളുണ്ടല്ലോ, അദ്ദേഹം നിഷേധാത്മകമായിട്ട് ചരിത്രം എഴുതുന്നു. കവടിയാർ കൊട്ടാരത്തിനെ അധിക്ഷേപിച്ചു. അതിന് നല്ല സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് മത്സരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള വികല ചരിത്രങ്ങൾ എഴുതി വിടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ചരിത്രത്തിൻ്റെ വഴിയിലൂടെ അല്ല അദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ പിടിവിട്ട് പോവുകയാണ്. അതുകൊണ്ട് നല്ല ഇടി കൊടുത്ത് ബാക്കി കാര്യങ്ങളും കൂടെ ശേഷിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇങ്ങേ അറ്റത്തുള്ള ആളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഇതിൽ കുറ്റവാളികളാണ്. അവിടെയുള്ള മേൽശാന്തി കുറ്റക്കാരനാണ്, തന്ത്രി കുറ്റക്കാരനാണ്, ദേവസ്വം ബോർഡ് കുറ്റക്കാരനാണ്, ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിട്ടുള്ള മനുഷ്യനും കുറ്റക്കാരൻ തന്നെയാണ്. അതുകൊണ്ട്
അവരെ ഇപ്പം ഒഴിവ് വന്നിട്ടുണ്ടല്ലോ തടവറയിൽ, ആ ഒഴിവിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്നിടണം, ചോദ്യം ചെയ്യണം. അതിപ്പോൾ ഇവരുടെ തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കൊണ്ടുപോയിട്ട് പിന്നെ CBI അന്വേഷണം വേണ്ടല്ലോ. CBI അന്വേഷണം വേണ്ട എന്നുള്ള ഒരു ധാരണയിൽ കോടതിയെ ഇവരെത്തിച്ചിട്ടുണ്ട് SIT-കാർ വിദഗ്ധമായിട്ട്. ഓരോരുത്തരായിട്ട് പുറത്തു പോകും. ഇനി എന്ത് ചെയ്യാൻ പറ്റും? പോയവരെ ഒന്നും പിടിക്കാൻ പറ്റില്ല. തൊണ്ടി മുതലില്ലാതെ ശരിയായ കുറ്റപത്രം കൊടുക്കാനും പറ്റത്തില്ല. വാസ്തവത്തിൽ ഇത് നടക്കുന്നത് ശരിയായ രീതിയിലുള്ള അന്വേഷണമല്ല. NSSൻ്റെ ആള് പറഞ്ഞത്, സുകുമാരൻ നായർ പറഞ്ഞത്, ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അല്ലാത്തതെല്ലാം രാഷ്ട്രീയമാണ്. ഈ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ഇവിടെ ശരിയല്ല എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുണ്ട്. ശരിയല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് തടവറ വിട്ടു പോകുന്നു, മോചനം നേടുന്നു? എന്തുകൊണ്ട് പോകുന്നു? അതിനൊരു ഉത്തരം പറയൂ. സ്വർണം പോയിട്ടുണ്ടെന്നല്ല അറിയാം, സ്വർണം കൊള്ള ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ ബോധ്യമുള്ള കാര്യമാണ്. കള്ളക്കേസൊന്നുമല്ല. ഇനി വേറൊരു കാര്യം കേൾക്കണോ? ശശിഭൂഷൺ പറഞ്ഞ ഒരു കാര്യം കൂടെ ചേർത്ത് വായിക്കാം. ഈ CPM-നെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പാണല്ലോ ശബരിമലയിൽ തീവെപ്പ് നടന്നത്. അന്ന് MN ഗോവിന്ദൻ നായരായിരുന്നു പാർട്ടി സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ശബരിമലയിൽ തീവെപ്പ് കേസിലെ പ്രതികളെ പിടിച്ച് അഴിക്കുള്ളിടും. മനസ്സിലായോ? എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയതിനു ശേഷം ആ കേശവമേനോൻ കമ്മീഷനെ ഒരു റിപ്പോർട്ട് അതിനു മുമ്പ് തന്നെ വന്നിരുന്നു. ആ റിപ്പോർട്ട് പുറത്താക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മാതൃഭൂമി എഡിറ്റർ കേശവമേനോൻ അല്ലാതൊരു കേശവൻ, പോലീസ് ഓഫീസർ കേശവമേനോൻ അന്വേഷണം നടത്തി അത് റിപ്പോർട്ട് കൊടുത്തു. അത് പുറത്തുവിടുമെന്നും പറഞ്ഞാണ് MN ഗോവിന്ദൻ നായർ അധികാരത്തിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ബാലറ്റിലൂടെ ലോകത്ത് ആദ്യമായിട്ട് വന്ന മന്ത്രിസഭ അധികാരത്തിലേറിക്കഴിഞ്ഞ് ആ റിപ്പോർട്ട് അവിടെ അട്ടത്ത് തന്നെ വെച്ചു, ഭരണത്ത് തന്നെ വെച്ചു. ഇന്ന് വരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. MG ശശിഭൂഷൺ അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിക്കാരായിട്ടുള്ള എസ്റ്റേറ്റുകാരാണ് ആ തീവെപ്പ് നടത്തിയത്. ആ തീവെപ്പ് നടത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് വനം അങ്ങ് കൊള്ള ചെയ്തു. അവിടെ റിസർവ് ഫോറസ്റ്റാണ്, അവിടെ കൊള്ള ചെയ്തു. അപ്പോൾ അവിടെ ശബരിമലയിലെ ആൾക്കാർ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ കള്ളം വെളിച്ചത്താവുമല്ലോ, അവരുടെ കയ്യേറിയിരിക്കുന്ന പോലീസുമൊക്കെ കാണാനിടയാവും. ബുദ്ധിപൂർവം 4 മണിക്കൂറെടുത്താണ് അയ്യപ്പൻ്റെ വിഗ്രഹം അവിടുന്ന് മഴ കൊണ്ട് വെട്ടിപ്പൊളിച്ച് കളഞ്ഞത് എന്ന് ശശിഭൂഷൺ അത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ച ഒരു ചതി കണ്ടോ? ആ ചതി അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരി സ്വർണം പോലും അയ്യപ്പന് നഷ്ടപ്പെടാൻ ഞങ്ങൾ ഇടയാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ MV ഗോവിന്ദൻ മാഷ് എവിടെ നിന്ന്? സ്വർണം അയ്യപ്പനുള്ളത് പോയി. ഇപ്പം ധനനഷ്ടം, മാനഹാനി ഇതെല്ലാം വന്നിരിക്കുക അയ്യപ്പന്. ഇതിനെല്ലാം ഇടയാക്കിയത് വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.